ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ദാവീദ് കണ്ടു. ആന്റണി വർഗീസ് പെപ്പയുടെ ദാവീദ് കണ്ടു. ദാവീദ് ഗോവിന്ദ് വിഷ്ണുവാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മികച്ച പരീക്ഷണങ്ങൾ നടത്തി നല്ല രീതിയിൽ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഗോവിന്ദ് വിഷ്ണുവിന് സല്യൂട്ട്. അദ്ദേഹത്തിന്റെ കഥയും സംവിധാനവും കിടിലനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഈ സിനിമയിൽ സിനിമോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത് സാലു കെ തോമസ് ആണ്. അദ്ദേഹം കിടിലനാക്കിയിട്ടാണ്. നല്ല സിനിമോട്ടോഗ്രാഫിയാണ് ദാവീദ് നമുക്ക് കാഴ്ചയായിട്ട് തരുന്നത്. ഈ ചിത്രത്തിന്റെ കഥ എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ, ദാവീദിലെ പെപ്പയുടെ കഥാപാത്രത്തിന്റെ പേര് ആഷിഖ് അബു എന്നാണ്. പെപ്പയുടെ ഭാര്യയായിട്ട് ലിജോ മോൾ അഭിനയിക്കുന്നു. ലിജോ മോള് നമ്മളിപ്പോൾ ഓരോരോ ചിത്രങ്ങൾ കാണുമ്പോഴും ലിജോ മോളുടെ അഭിനയം കിടിലനായി അങ്ങനെ തട്ടായിട്ട് മേലേക്ക് കയറി വരികയാണ്. പൊന്മാല് സൂപ്പറായിട്ട് അഭിനയിച്ചു. ലിജോ മോളിൽ ഷെറിൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ ചെയ്യുന്നു. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രമാണ് ഷെറിൻ. പിന്നെ പെപ്പയുടെ മോളായിട്ട് ഒരു 4 വയസ്സുകാരി കൊച്ചു അഭിനയിക്കുന്നുണ്ട്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആ മോൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പനെ സ്നേഹിക്കുന്ന, അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആ കുട്ടിയുടെ മനസ്സിൽ അപ്പനൊരു ബോക്സിംഗ് ചാമ്പ്യനായിട്ട് വളരും എന്നൊരു പ്രതീക്ഷ, സ്വപ്നം പോലെ ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്. 10 വർഷം മുമ്പ് ഈ ആഷിഖ് അബു ഒരു ബോക്സിംഗ് താരമായിട്ടൊക്കെ നിന്നതാണ്. പിന്നീട് പുള്ളിക്കാരെ ഇച്ചിരി മടി പിടിച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ അലസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ട് ആഷിഖ് അബുവിനോട്. അതായത് കൃത്യമായ രീതിയിലൊന്നും പണിക്ക് പോകാനൊന്നും പുള്ളിക്ക് താല്പര്യമൊന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഒരു ബോക്സിംഗ് മത്സരം കടന്നു വരുന്നു. അതിനുശേഷം വൈകാരികമായ നിമിഷങ്ങളും ഓരോ സംഭവ ബഹുലമായിട്ട് മുന്നോട്ട് പോകുന്ന കഥ അങ്ങനെ വികസിച്ച് വരുന്ന ഒരു ചിത്രമാണ് ദാവീദ്. ഒറ്റക്കല്ല് കൊണ്ട് ഗോലിയാത്തിനെ നേരിട്ട് ദാവീദ് ഉണ്ടല്ലോ, ആ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കഥയെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ ഒരു വളർച്ച അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇതിൽ വില്ലനായിട്ട് മോ ഇസ്മയിൽ എന്ന് പറഞ്ഞ താരം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു മച്ചാനെ, നിങ്ങൾ കിടിലനാക്കി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മോ ഇസ്മയിൽ. സൈനുൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ഇതിൽ അഭിനയിക്കുന്നത്. ഒരു ബോക്സിംഗ് ചാമ്പ്യനായിട്ട്, തുർക്കിക്കാരനായ ബോക്സിംഗ് ചാമ്പ്യനായിട്ട് അഭിനയിക്കുന്നു. അദ്ദേഹത്തിന് ഇടിയൊക്കെ 1.5 പഞ്ചുള്ള രീതിയാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആന്റണി വർഗീസ് പെപ്പനെ എടുത്ത് പറയണം. കാരണം നമ്മൾ അജഗജാന്തരം, RDX, അങ്കമാലി ഡയറീസ്, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു നാടൻ തല്ലിൻ്റെ രീതി, അല്ലെ പറത്തിയുള്ള ഇടി, അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഇടിയല്ലേ. ഇതിൽ ചിലതായിട്ട് നമുക്ക് പഞ്ച് കുറവാണെന്ന് തോന്നും. പെപ്പയുടെ ഇടിക്ക് പഞ്ച് കുറവാണെന്ന് തോന്നുമെങ്കിലും പെപ്പ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിലാണ് അഭിനയിച്ചിട്ടുള്ളത്. കാരണം ഒരു പക്ക ബോക്സിംഗ് താരം എങ്ങനെയാണ് അഭിനയിക്കുന്നത് ജീവിക്കുന്നത് എന്ന രീതിയിലാണ് പെപ്പ ഇതിൽ നമുക്ക് കാണിച്ചു തരുന്നത്. പെപ്പയുടെ ആ ആറ്റിറ്റ്യൂഡിന് ബിഗ് സല്യൂട്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബോഡി വെയിറ്റ് ഒക്കെ കുറച്ചിട്ട് ഒരു ബോക്സിംഗ് താരത്തിന്റെ ശരീരഘടനയിലേക്ക് വന്നിരിക്കുന്നു. അത് നമുക്ക് മികവുള്ളൊരു എന്താ പറയുക, ഒരു ഉയർച്ച തന്നെയാണ്. നമ്മുടെ ഉയർച്ചയും അദ്ദേഹത്തിന്റെ ഉയർച്ചയും തന്നെയാണ്. കാരണം അതുപോലെ തന്നെ പിന്നെ ഇതിൽ പെപ്പയുടെ ആശാനായിട്ട് നമ്മുടെ രാഘവൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിലൂടെ വിജയരാഘവൻ ചേട്ടൻ കടന്നു വരുന്നുണ്ട്. വിജയരാഘവന്റെ 1.5 മാസമായിട്ടുള്ള ഒരു വരമാണ്. എൻ്റെ അമ്മ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂപ്പറാക്കി കളഞ്ഞിട്ടുണ്ട്. ആശാൻ തന്നെയായിട്ട് നിലനിന്നു. അതുപോലെ തന്നെ സൈജി കുറുപ്പിന്റെ കോമഡികളൊക്കെ കടന്നു വരുന്നുണ്ട്. അജു വർഗീസിന്റെ കൊച്ചു വേഷങ്ങളുണ്ട്. അതുപോലെ തന്നെ കിച്ചു ടെല്ലസ് അഭിനയിക്കുന്നു. ദീപു രാജീവനും ഗോവിന്ദ് വിഷ്ണു കൂടിയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. സാലു കെ തോമസ് ആണ് സിനിമോട്ടോഗ്രാഫി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിത്രത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്ന ഫൈറ്റ് സീനുകളൊക്കെ മികച്ചതാക്കി മാറ്റിയിട്ടുണ്ട്. അത് സംവിധായകന്റെയും ഈ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്ന സാലു കെ തോമസിനെയും കഴിവ് തന്നെയാണ്, അത് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ എഡിറ്ററായിട്ട് രാകേഷ് ചെറുമടവും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് ചിത്രം. നമുക്ക് ഒരു എന്താ പറയുക, ഒരു പക്ക ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ് നമുക്ക് മനസ്സിലേക്ക് എടുത്തു തരുന്നത്. കാരണം ഇടി സിനിമ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആന്റണി വർഗീസ് പെപ്പേനെയാണ് ഇന്നത്തെ കാലത്ത് ഓർമ്മ വരുന്നത്. കാരണം ആ പെപ്പ അല്ലാണ്ട് പിന്നെ ചെയ്യാൻ പറ്റിയത് ആരാന്ന് വെച്ചാൽ ടൊവിനോ തോമസിന് പറ്റുമായിരിക്കും. ആ രീതിയിലേക്ക് ഒരു ഇടി സ്റ്റൈൽ കൊണ്ടുവരുന്നത്, ഒരു കിൻഡൽ ഇടിയുടെ ഒരു പദപ്രയോഗം കൊണ്ടുവന്നത് പെപ്പയാണ്. ആ രീതിയിലൂടെ തന്നെ പോകാൻ പറ്റിയത് ടൊവിനോക്കാണ്. പക്ഷെ ആന്റണി വർഗീസ് പെപ്പ ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് പെപ്പയ്ക്ക് മാത്രം പറ്റുള്ളൂ കേട്ടോ. അത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ബോക്സിംഗ് താരം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഒരു അടിവരയിട്ടിട്ട് കാണിച്ചിരിക്കുന്ന ചിത്രമാണ് ദാവീദ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ചിത്രമാണ്. കാരണം ഈ ചിത്രത്തിലെ കഥ അങ്ങനെ വികസിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും ആ കഥയിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുന്നുണ്ട്. നല്ലൊരു ചിത്രം തന്നെയായിട്ട് മാറിയിരിക്കുന്നു ദാവീദ്. വളരെ ഇഷ്ടത്തോടു കൂടി ഞാൻ കണ്ട സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.